Another question, find the surface which is orthogonal to the one parameter system z equal to cxy into x square plus y square and which passes through the hyperbola x square minus y square equal to a square z equal to 0. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് തന്നേക്കുന്നത് ഒരു സിസ്റ്റം ഓഫ് സർഫസസ് ആണ്. z equal to cxy into x square plus y square. അപ്പോൾ ഈ സിസ്റ്റം ഓഫ് സർഫസസിനോട് ഓർത്തോഗണൽ ആയിട്ട് വരുന്ന ഒരു സർഫസ് നമുക്ക് കണ്ടുപിടിക്കണം. വിച്ച് പാസസ് ത്രൂ ദി ഹൈപ്പർബോള എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഇസഡ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ശരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ, ഇസഡ് ഈക്വൽ ടു cxy into x square plus y square എന്ന് പറയുന്ന സർഫസസിനോട് ഓർത്തോഗണൽ ആയിട്ടുള്ള സിസ്റ്റം ഓഫ് സർഫസ് നമ്മൾ കണ്ടുപിടിക്കും. അതിനകത്ത് നമുക്ക് വേണ്ട ഒരു പർട്ടിക്കുലർ സർഫസ് ദാറ്റ് പാസസ് ത്രൂ ദ ഹൈപ്പർബോള എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഇസഡ് ഈക്വൽ ടു 0. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മളറിയാം ഈ ടൈപ്പ് പ്രോബ്ലം വരുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, ആദ്യം നമ്മുടെ ഗിവൺ സിസ്റ്റം ഓഫ് സർഫസസിനെ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി ഫോമിൽ നമ്മൾ എഴുതും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൺസിഡർ ദ സിസ്റ്റം ഓഫ് സർഫസസ് ഇസഡ് ഈക്വൽ ടു സി എക്സ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദാറ്റ് ഈസ് എക്സ് വൈ ഇൻറ്റു ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി ഫോമിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഈ എക്സ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരും, സോറി ഇസഡിനെ റൈറ്റിലേക്ക് കൊണ്ടുവരും. അപ്പോൾ എന്ത് വരും, എക്സ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ഇസഡ് ഈക്വൽ ടു ആക്ച്വലി 1/c ആണ് വരുന്നത്. അപ്പോൾ സി എന്ന് പറയുന്നത് വെറും ഒരു പാരാമീറ്റർ മാത്രം. അപ്പോൾ അവിടെ സിക്ക് ഏത് വാല്യൂ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ സി കാരണം ഇത് സിസ്റ്റം ഓഫ് സർഫസസ്. അപ്പോൾ സി വേരി ചെയ്യുമ്പോൾ നമുക്ക് ഓരോ സർഫസ് കിട്ടും. അങ്ങനെ ആ സി വേരീസ് നമുക്ക് കിട്ടുന്നത് എന്താണ്, ഒരു സിസ്റ്റം ഓഫ് സർഫസസ്. അപ്പോൾ സി ക്യാൻ ബി എനി വാല്യൂ. അപ്പോൾ സി എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ആണ്, കോൺസ്റ്റൻ്റ് ആണ്, അതൊരു പാരാമീറ്റർ കൂടിയാണ്. കാരണം അതുകൊണ്ട് പാരാമീറ്റർ ആയതുകൊണ്ട് സിയുടെ വാല്യൂ നമുക്ക് ഏത് കൊടുത്താലും പ്രശ്നമല്ല. അപ്പോൾ നമ്മൾ ഈ 1/cക്ക് പകരം 1/c എന്ന് കൊടുത്തില്ല, നേരെ സി എന്ന് കൊടുത്തു. ഇപ്പോൾ എക്സ് വൈ സെഡ് ഈക്വൽ സി ഫോമിൽ കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ സി എന്ന് തന്നെ എടുത്തു. അല്ലെങ്കിൽ പിന്നെ 1/c എന്ന് കൊടുത്തിട്ട് അതിനെ സി ഡാഷ് എന്ന് എടുത്ത് അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്തു. ഇപ്പോൾ എക്സ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ഇസഡ് ഈക്വൽ ടു സി എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഇപ്പോൾ ഇതേത് ഫോമില, എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി ഫോമിലാണ്. വേർ എഫ് ഇസ് ഈക്വൽ ടു എക്സ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ഇസഡ്. അപ്പോൾ എഫ് എന്ന് പറയുന്നത് എക്സ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ഇസഡാണ്. നമുക്കറിയാം നമ്മുടെ ഗിവൺ സിസ്റ്റം ഓഫ് സർഫസസ് ആണ് ആര്, എഫ് ഇസ് ഈക്വൽ ടു എക്സ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ഇസഡ്. സോറി ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി ആണ് നമ്മുടെ ഗിവൺ സിസ്റ്റം ഓഫ് സർഫസസ്. വേർ എഫ് ഇസ് ഈക്വൽ ടു എക്സ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ഇസഡ്. അപ്പോൾ നമ്മൾ ഇതിനോട് ഓർത്തോഗണലായിട്ടുള്ള സിസ്റ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്ന എന്താ, ഇതിന് വേണ്ടിയിട്ട് സർഫസസ് ഓർത്തോഗണൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി എന്ന് പറയുന്നത് ആർ ഗിവൺ ബൈ ദി ഇക്വേഷൻ ഡി എക്സ് ബൈ എഫ് എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ എഫ് വൈ ഇസ് ഈക്വൽ ടു ഡി ഇസഡ് ബൈ എഫ് ഇസഡ്. ഇവിടെ എഫ് എക്സ് എന്ന് പറയുന്നത് ഈ എഫിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ദാറ്റ് ഇസ് ഡോ എഫ് ബൈ ഡോ എക്സ് ആണ് എഫ് എക്സ്, ഡോ എഫ് ബൈ ഡോ വൈ ആണ് എഫ് വൈ ആൻഡ് ഡോ എഫ് ബൈ ഡോ ഇസഡ് ആണ് എഫ് ഇസഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എഫ് എക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ എഫ് എക്സ് എന്ന് പറയുമ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് എന്ത് വരും, എക്സ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ഇസഡ്. അപ്പോൾ അതിനകത്തേക്ക് എക്സ് വൈനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയേക്കുന്നതാണ് ഇവിടെ. എക്സ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് ക്യൂബ് വൈ പ്ലസ് എക്സ് വൈ ഇൻറ്റു വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് വൈ ക്യൂബ്. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ക്യൂബ് വൈ പ്ലസ് എക്സ് വൈ ക്യൂബ് ബൈ ഇസഡ് വരും. ദാറ്റ് ഈസ് ഇനി ഡോ ബൈ ഡോ എക്സ് എടുക്കണം. അപ്പോൾ ഇവിടെ 1/z കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ന്യൂമറേറ്ററിൽ മാത്രമേ എക്സ് ഉള്ളൂ. അപ്പോൾ എക്സ് ഇസഡ് വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ ഇസഡ് കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ക്യൂബ് വൈ എന്ന് പറയുന്നത് 3x² വരും പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ ക്യൂബ് എന്നുള്ളത് വൈ ക്യൂബ് വരും ഡിവൈഡ് ബൈ ഇസഡ്. 1/z ഔട്ട്സൈഡ് ഉണ്ടല്ലോ. അപ്പോൾ 3x² വൈ പ്ലസ് വൈ ക്യൂബ് ബൈ ഇസഡ് വന്നു. അതുപോലെ എഫ് വൈ, അതായത് ഡോ എഫ് ബൈ ഡോ വൈ എന്നുള്ളത് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് ക്യൂബ് വൈ പ്ലസ് എക്സ് വൈ ക്യൂബ് ബൈ ഇസഡ് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുമ്പോൾ എന്ത് വരും, എക്സ് ക്യൂബ് വൈയുടെ ഡെറിവേറ്റീവ് എക്സ് ക്യൂബ് വരും, എക്സ് വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3y² ഇൻറ്റു എക്സ് വരും, അതായത് 3x വൈ സ്ക്വയർ എന്ന് വരും ഡിവൈഡ് ബൈ ഇസഡ്. ഇസഡ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 1/z ഔട്ട്സൈഡ് ഉണ്ട്. അപ്പോൾ അത് ഡിവൈഡ് ബൈ ഇസഡ് വന്നു. അപ്പോൾ എക്സ് ക്യൂബ് പ്ലസ് 3x വൈ സ്ക്വയർ ബൈ ഇസഡ് എന്ന് കിട്ടി. ഇനി എഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്, ഡോ എഫ് ബൈ ഡോ ഇസഡ് ആണ്. അപ്പോൾ ഡോ എഫ് ബൈ ഡോ ഇസഡ് ഈക്വൽ ടു ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എക്സ് ക്യൂബ് വൈ പ്ലസ് എക്സ് വൈ ക്യൂബ് ബൈ ഇസഡ് വരും. ഇനി ഇവിടെ ഇസഡ് എന്ന് പറയുന്നത് 1/z മാത്രമേ ഉള്ളൂ, ന്യൂമറേറ്ററിൽ ഇസഡിൻ്റെ ടേംസ് ഇല്ല. അപ്പോൾ ന്യൂമറേറ്റർ ഇസ് എ കോൺസ്റ്റൻറ്റ്. അപ്പം 1/zൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, -1/z². അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് -1/z² ഇൻറ്റു ന്യൂമറേറ്റർ, അതായത് മൈനസ് ഓഫ് എക്സ് ക്യൂബ് വൈ പ്ലസ് എക്സ് വൈ ക്യൂബ് ബൈ z² ആണ് എഫ് ഇസഡ്. ഈ വാല്യൂസ് നമ്മൾ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. ഇക്വേഷൻ 1 എന്ന് പറയുന്ന ആരാ, ഡി എക്സ് ബൈ എഫ് എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ എഫ് വൈ ഈക്വൽ ടു ഡി ഇസഡ് ബൈ എഫ് ഇസഡ്. അപ്പോൾ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഡി എക്സ് ബൈ എഫ് എക്സിന് വേറെ ഏതാ കൊടുക്കുക, 3x²
എഫ് എക്സ് എന്ന് പറയുന്നത് 3x² y + 5³ ആണ്. അപ്പോൾ എഫ് എക്സിന് പകരം നമ്മൾ 3x² y + 5³ കൊടുത്തു ഈക്വൽ ടു dy/, എഫ് വൈക്ക് പകരം x³ + 3xy² കൊടുത്തു ഈക്വൽ ടു dz/, എഫ് ഇസഡിന് പകരം -(x³ y + xy³ കൊടുത്തു. ഇനി ഇവിടെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്തേക്കുന്നത് ത്രൂ ഔട്ട് ഒരു z² വെച്ച് മൾട്ടിപ്ലൈ ചെയ്തേക്കുക. അതായത് ഡിനോമിനേറ്ററിൽ ത്രൂ ഔട്ട് ഒരു z² വെച്ച് മൾട്ടിപ്ലൈ ചെയ്തേക്കുക. അപ്പോൾ എന്ത് വരും? px/, ഇവിടെ z² മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിലുള്ള ഒരു ഇസഡും താഴത്തെ ഒരു ഇസഡൂടെ പോകും. അപ്പോൾ ഇറ്റ്സ് dx/z × 3x² y + 5³ വരും. ഇനി ഇവിടെ നമ്മളൊരു വൈയും കൂടെ ഔട്ട്സൈഡ് എടുത്തു. അപ്പോൾ എന്ത് വരും? dx/zy × 3x² + 5² വരും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ വൈയും ഔട്ട്സൈഡ് എടുത്തു, z² വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വൈയും കൂടെ ഔട്ട്സൈഡ് എടുത്തു. അപ്പോഴാണ് dx/zy × 3x² + 5² വന്നത്. ഇനി ഇവിടെ z² മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നേരത്തെ പോലെ തന്നെ താഴത്തെ ഇസഡും കട്ട് ചെയ്ത് പോകും. ന്യൂമറേറ്ററിൽ മുകളിലൊരു ഇസഡ് വരും. ഇവിടെ നമുക്കൊരു എക്സ് ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ dy/zx × x² + 3y² വന്നു ഈക്വൽ ടു ഇവിടെ z² മൾട്ടിപ്ലൈ ചെയ്യുമ്പം z² കട്ട് ചെയ്ത് പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു dz/, ഇവിടെ നമുക്കൊരു വൈയും കൂടെ ഔട്ട്സൈഡ് എടുക്കാം. അപ്പം xy ഔട്ട്സൈഡ് എടുക്കാം. xy ഔട്ട്സൈഡ് എടുക്കുമ്പോൾ -xy × xy പോകുമ്പോൾ ഇവിടെ എന്ത് വരും? x² വരും, ഇവിടെ y² വരും. അപ്പം dz/, -xy × x² + 5² എന്ന് വന്നു. ദാറ്റ് ഈസ് dx/, yz × 3x² + 5² ഈക്വൽ ടു dy/, xz × 3y² + x² is equal to dz/, -xy × x² + 5². ഇനി നമ്മളിവിടെ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് മെത്തേഡ് ഓഫ് മൾട്ടിപ്ലൈസ് ആണ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം p', q', r' ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈസ് ചൂസ് ചെയ്യുന്നത് x, y, 4z എടുത്തു. അപ്പം p' + q', q' + r' എന്ന് പറയുന്നത് വരും xyz × 3x² + 5² പ്ലസ് y × xz × 3y² + x². അപ്പോൾ ഇവിടെ y വരുമ്പോൾ xyz × 3y² + x² മൈനസ് 4z × ഈ ടേം, അപ്പോൾ -4xyz × x² + 5² വരും. അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3x³ yz പ്ലസ് xy³ പ്ലസ് xyz × 3y². അപ്പോൾ എന്ത് വരും? 3xy³ ദെൻ xyz × x², ദാറ്റ് ഈസ് x³ yz. ദെൻ ഇവിടെ എന്ത് വരും? -4x³ yz -4xy³ അപ്പോൾ ഇവിടെ 3x³ yz പ്ലസ് x³ yz എന്ന് പറയുമ്പോൾ 4x³ yz വരും. അപ്പോൾ പ്ലസ് 4x³ yz -4x³ x³ കട്ട് ചെയ്ത് പോകും. ദെൻ ഇവിടെ xy³ ഉണ്ട്, അതുപോലെ xy³ ഉണ്ട്, 3xy³ ഉണ്ട്. അപ്പോൾ രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ 4xy³ ഉണ്ട്. ഇവിടെ -4x³ xy³ ഉണ്ട്. അപ്പോൾ അതുകൂടെ കട്ട് ചെയ്ത് പോയിട്ട് p' + q', q' + r' വാല്യൂ നമുക്ക് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ദ സർഫസ് ഈസ് ഗിവൺ ബൈ എന്താണ്? p' dx + q' dy + r' dz ഈക്വൽ ടു 0. p' എന്ന് പറയുന്നത് x ആണ്, q' y ആണ്, r' 4z. അപ്പോൾ എന്ത് വരും? x dx + y dy + 4z dz ഈക്വൽ ടു 0 എന്ന് വന്നു. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x dxൻ്റെ ഇൻറ്റഗ്രൽ x²/2 പ്ലസ് y ഡിവൈഡ് ഇൻറ്റഗ്രൽ y²/2 പ്ലസ് 4z dzൻ്റെ ഇൻറ്റഗ്രൽ 4 × z²/2 വരും. 4 × ഇവിടെ കട്ട് ചെയ്തിട്ട് 2z² വിച്ച് ഇസ് ഈക്വൽ ടു c1 എന്ന് കിട്ടി. ഒരു ത്രൂ ഔട്ട് ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ എന്ത് വരും? ഇവിടെ വേണേൽ c1/2 എന്ന് കൊടുത്തു കേട്ടോ. അപ്പോൾ ത്രൂ ഔട്ട് ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x² + 5² + 4z² ഈക്വൽ ടു c1 എന്ന് വരും. ഈ സ്റ്റെപ്പിൽ വേണമെങ്കിൽ c1/2 എന്ന് കൊടുത്തോളെ. അപ്പോൾ അത് ഈക്വൽ ടു c1 വന്നു. അതിന് നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു. ഇനി നമ്മൾ അടുത്ത v കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് x dx + y dy ബൈ, അതായത് ഫസ്റ്റ് ഈ രണ്ട് റേഷ്യോ ഇവിടെ എക്സും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ y ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഇത് രണ്ടുകൂടെ ന്യൂമറേറ്റർ സെപ്പറേറ്റും ഡിനോമിനേറ്റർ സെപ്പറേറ്റും ആഡ് ചെയ്ത് അതുപോലെ തന്നെ ന്യൂമറേറ്റർ സെപ്പറേറ്റും ഡിനോമിനേറ്റർ സെപ്പറേറ്റും മൈനസും ചെയ്യും. അത് രണ്ടും കൂടെ ഈക്വേറ്റ് ചെയ്യും. അതാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. x dx + y dy ബൈ ഇവിടെ എക്സ് ഇൻറ്റു എന്ത് വരും? xyz × 3x² + 5² ആണ് ഇവിടെ എക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഇവിടെ y മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? xyz × 3y² + x². അപ്പോൾ ഇവിടെ നിന്ന് രണ്ടിടത്തൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പോഴാണെങ്കിലും സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണെങ്കിലും xyz കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുക്കും. കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്താണ് എഴുതിയേക്കുന്നത്. xyz × 4x² + 4y² വരും. 4x² + 4y² എങ്ങനെ വരിക? xyz × ബ്രാക്കറ്റിനുള്ളിൽ വരുന്ന ഏതൊക്കെയാണ്? 3x² + y² + 3y² + x². അപ്പോൾ 3x² + x² ആണ് 4x². y² + 3y² എടുക്കുമ്പോൾ 4y² വരും. അപ്പോൾ അതാണ് x dx + y dy ബൈ xyz × 4x² + 4y² ഈക്വൽ ടു x dx - y dy ബൈ മൈനസ് ചെയ്യുമ്പോൾ എന്താ വരിക? xyz ×
3x², ഇവിടെ ഒരു -x² വരും, ഇപ്പോൾ 2x², പിന്നെ +5² -3y² വരും, അപ്പോൾ -2y² വരും. അപ്പോൾ അതാണ് 2x² - 2y² എന്ന് എഴുതിയേക്കുന്നത്. ദാറ്റ് ഈസ് x dx + 5dy/4 ഇൻറ്റു ഇവിടുത്തെ xyസും ഇവിടുത്തെ xyസും കട്ട് ചെയ്ത് പോയി. ദെൻ ഇവിടെ നിന്നൊരു 4 ഔട്ട്സൈഡ് എടുത്തു, ഇവിടെ നിന്നൊരു 2 ഔട്ട്സൈഡ് എടുത്തു. അപ്പോൾ എന്ത് വരും? x dx + 5dy/4 ഇൻറ്റു x² + y² ഇസ് ഈക്വൽ ടു x dx - 5dy/2 ഇൻറ്റു x² - y². ദാറ്റ് ഈസ് ഇനി നമുക്ക് ഇവിടുത്തെ 4 കളയാമല്ലോ. ഇവിടെ നമ്മൾ ത്രൂ ഔട്ട് 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തെന്ന് ഓർത്താൽ മതി. ഇപ്പോൾ ത്രൂ ഔട്ട് 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? x dx പ്ലസ് ഇവിടുത്തെ 4 കട്ട് ചെയ്തു പോകും. വെള്ളത്തെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 കട്ട് ചെയ്ത് പോയിട്ട് x dx + 5dy/x² + y² വരും. ഇവിടെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു 2 വരും. 4ഉം ഒരു 2 കൂടെ കട്ട് ചെയ്ത് പോകും. ദെൻ ഒരു 2 റിമെയിൻ ചെയ്യും മേളിൽ ന്യൂമറേറ്ററിൽ. അപ്പോൾ 2 ഇൻറ്റു x dx - 5dy/x² - y² തോന്നും. അപ്പോൾ എന്താ വന്നത്? x dx + 5dy/x² + y² ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു x dx - 5dy/x² - y². ഇനി ഇവിടെ x dx + 5dy എന്ന് പറയുന്നത് ഇവിടെ നമ്മളൊരു 2 ഇൻറ്റു x dx + 5dy എന്ന് പറയുന്ന ആരാം? d of x² + y² എന്ന് പറയുന്നത് എന്താണ്? 2 ഇൻറ്റു x dx + 5dy. അപ്പോൾ ഇവിടെ 2ൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് ആക്ച്വലി 1/2 ഇൻറ്റു ലോഗ് x² + y² ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇവിടെ 2 കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്താണ്? ലോഗ് x² + y² ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇവിടെ 2 ഇല്ലാത്തതുകൊണ്ട് 1/2 ഇൻറ്റു ലോഗ് x² + y² ആണ് ഇവിടെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ 1/2 ഇൻറ്റു ലോഗ് x² - y² ഈക്വൽ ടു ഇവിടെ ശരിക്കും എന്താണ്? 2 ഇൻറ്റു x dx - 5dy. അതെന്ന് പറയുന്നത് d of x² - y² ആണ്. 2x dx - 2y/dy എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും d of x² - y²/x² - y² ഫോമിൽ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്ത് വരും? ലോഗ് x² - y². അപ്പോൾ 1/2 ലോഗ് x² + y² ഇസ് ഈക്വൽ ടു ലോഗ് x² - y² പ്ലസ് സം കോൺസ്റ്റൻറ്റ് 1/2 ലോഗ് c2 എന്ന് കൊടുത്തു. ഇനി 1/2 ഉണ്ട്. അപ്പോൾ 2 വെച്ച് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് വരും? ഇവിടുത്തെ 1/2 പോയി. ദാറ്റ് ഈസ് ലോഗ് x² + y² ഈക്വൽ ടു ഇവിടെ 1/2 ഇല്ല. അപ്പോൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 2 വരും. അപ്പോൾ 2 ലോഗ് x² - y² ഈക്വൽ ടു ലോഗ് c2 എന്ന് തോന്നും. ഇനി നമ്മൾ ഈ 2 ലോഗ് x² - y² എങ്ങനെ എഴുതാം? ലോഗ് x² - y² ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അത് ലെഫ്റ്റിലേക്ക് വന്നിട്ട് ലോഗ് കളയുമ്പോൾ x² + y²/x² - y² ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു c2 എന്ന് വരും. അത് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് വേണ്ടത് സൊല്യൂഷൻ പാസിംഗ് ത്രൂ ദി ഹൈപ്പർബോള x² - y² ഈക്വൽ ടു a² z ഈക്വൽ ടു 0 ആയ, അതായത് സർഫസ് പാസിംഗ് ത്രൂ ദിസ് ഹൈപ്പർബോള നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഈ എക്സിനും വൈയുടെ ഈ ഹൈപ്പർബോളയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പാരാമെട്രിക് ഇക്വേഷൻ എഴുതും. ആ പാരാമെട്രിക് ഇക്വേഷനിൽ കിട്ടുന്ന വാല്യൂസ് നമ്മൾ ഇക്വേഷൻ 1ലും 2ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് നമ്മൾ പാരാമീറ്ററിനെ എലിമിനേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? പാരാമെട്രിക് ഇക്വേഷൻ എഴുതണം. അപ്പോൾ നമ്മുടെ ഹൈപ്പർബോള എന്ന് പറയുന്നത് x² - y² ഈക്വൽ ടു a². ഇസഡിൻ്റെ വാല്യൂ 0 തന്നെ വരുള്ളൂ. അപ്പോൾ ഈ x² - y² ഈക്വൽ ടു a²ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പാരാമെട്രിക് ഇക്വേഷൻ എഴുതണം. ഇവിടെ നമ്മൾ നോക്കിയാൽ x² - y² എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി നോക്കണം. അപ്പോൾ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി നോക്കുകയാണെങ്കിൽ മൈനസ് ചെയ്യുമ്പോൾ 1 വരുന്ന ഏതാ? കോൺസ്റ്റൻ്റ് ആയിട്ട് മാറുന്ന ഏതാ? sec² θ - tan² θ എന്ന് പറയുന്ന 1. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇവിടെ a² ആയതുകൊണ്ട് x ആയിട്ട് നമ്മൾ എടുക്കുന്നത് a sec θ, y ആയിട്ട് a tan θ എടുത്തു. അപ്പോൾ x² - y² എന്ത് വരും? a² sec² θ a² tan² θ വരും. a² ഔട്ട്സൈഡ് എടുത്ത് കഴിഞ്ഞാൽ sec² θ tan² θ വരും. ഈക്വൽ ടു a² ഇൻറ്റു sec² θ tan² θ വരും. അപ്പോൾ ഇത് ഈക്വൽ ടു a² കിട്ടിക്കോളും. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് x ഈക്വൽ ടു a sec θ, y is equal to a tan θ, z ഈക്വൽ ടു 0 എന്ന് പറയും. ഇവിടെ പാരാമീറ്റർ ആയിട്ട് വരുന്ന ആരാ? തീറ്റ. എ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, പാരാമീറ്റർ അല്ല, അത് ഓർത്താണ്. ഇവിടെ പാരാമീറ്റർ എന്ന് പറയുന്നത് തീറ്റ ആണ്, എ കോൺസ്റ്റൻ്റ്. പിന്നെ സർഫസസ് 1 and 2 പാസസ് ത്രൂ ദിസ് ഹൈപ്പർബോള. ഇഫ് ഹൈപ്പർബോളയിൽ കൂടെ പാസ് ചെയ്യണമെങ്കിൽ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2വിനകത്തും എക്സിന് a sec θ എന്നും വൈക്ക് a tan θ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഹോൾഡ് ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ 1 ഏതാ? x² + y² + 4z² ഈക്വൽ ടു c1. അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിന് പകരം a sec θ, വൈക്ക് പകരം a tan θ, ഇസഡിന് പകരം 0. അപ്പോൾ a² sec² θ പ്ലസ് x² tan² θ ഈക്വൽ ടു c1 എന്ന് വരും. ഇക്വേഷൻ 2വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x² sec² θ പ്ലസ് a² tan² θ ഡിവൈഡഡ് ബൈ a² sec² θ - a² tan² θ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു c2 എന്ന് വരും. ദാറ്റ് ഈസ്
ഇനി എ സ്ക്വയർ സിക്സ് സ്ക്വയർ തീറ്റ പ്ലസ് എ സ്ക്വയർ ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു C1 എന്ന് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. അപ്പോൾ ആ എക്സ് സ്ക്വയർ സിക്സ് സ്ക്വയർ തീറ്റ പ്ലസ് എ സ്ക്വയർ ടാൻ സ്ക്വയർ തീറ്റയ്ക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം, C1 എന്നുള്ളത് സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ തീറ്റ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ C1 എന്നുള്ള വാല്യൂ നമുക്ക് സെക്കൻഡ് ഇക്വേഷനിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്ത് വരും, C1 ബൈ എ സ്ക്വയർ സിക്സ് സ്ക്വയർ തീറ്റ മൈനസ് എ സ്ക്വയർ ടാൻ സ്ക്വയർ തീറ്റ സ്ക്വയർ ഈക്വൽ ടു C2 എന്ന് വരും. ഇനി എ സ്ക്വയർ സിക്സ് സ്ക്വയർ തീറ്റ മൈനസ് എ സ്ക്വയർ ടാൻ സ്ക്വയർ തീറ്റ അത് ഹോൾ സ്ക്വയറിനകത്ത് നമുക്കൊരു എ സ്ക്വയർ ഔട്ട്സൈഡ് എടുക്കാമല്ലോ. അപ്പോൾ എ സ്ക്വയർ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ എ സ്ക്വയർ ഇൻറ്റു സിക്സ് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ എ സ്ക്വയറിനെ നമ്മൾ സ്ക്വയറിൻ്റെ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ എന്ത് വരും, A⁴ ഇൻറ്റു സിക്സ് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി സിക്സ് സ്ക്വയർ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. C1 ബൈ ഇവിടത്തിന് പകരം C1 കൊടുത്തു. അപ്പോൾ C1 ബൈ A⁴ ഇൻറ്റു സിക്സ് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു C2. ഇനി സിക്സ് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ C1 ബൈ A⁴ ഇസ് ഈക്വൽ ടു C2 എന്ന് വരും. ദാറ്റ് ഈസ് ഇനി A⁴ വെച്ച് റൈറ്റിലേക്ക് കൊണ്ട് A⁴ റൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും, C1 ഈക്വൽ ടു C2 A⁴ വരും. C2 A⁴ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ C1 മൈനസ് C2 A⁴ ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതായത് നമ്മുടെ C1 C2 ഉള്ള റിലേഷനാണ്. ഇത് നമ്മൾ റിക്വയർഡ് സർഫസ് എന്ന് പറയുന്നത് എന്താണ്, C1 പകരം ഇക്വേഷൻ 1 കിട്ടിയ വാല്യൂ C2 പകരം ഇക്വേഷൻ 2 കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ U വാല്യൂം V വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് റിക്വയർഡ് സർഫസ്. അപ്പോൾ C1 U വാല്യൂ എന്ന് പറയുന്നത് എന്താ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 4z സ്ക്വയർ ആണ്. V എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 4z സ്ക്വയർ മൈനസ് A⁴ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ വെച്ച് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ വെച്ച് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 4z സ്ക്വയർ മൈനസ് A⁴. ഇവിടുത്തെ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ കട്ട് ചെയ്തു. മൈനസ് A⁴ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് വരും. ഇതാണ് നമ്മുടെ റിക്വയർഡ് സർഫസ് എന്ന് പറയുന്നത്.